സമരത്തിന്റെ ഐതിഹാസികമായ അത്യുജ്വലമായ അത്യുന്നതമായ ആവേശോജ്വലമായ സമര പ്രവാഹമാണ് എറണാകുളം നഗരത്തിന്റെ രാജ്യവീതികളെ പ്രസരിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ ഹൈക്കോടതിയിലേക്ക് മാർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പത്രത്തിൽ പരസ്യം ചെയ്ത വിവാഹാലോചന നടത്തിയാൽ പോലും അത് IS റിക്രൂട്ട്മെന്റ് ആണെന്ന് പറയുന്നത് എത്രമാത്രം നിന്ദ്യമാണ്. ഔദര്യവും കാട്ടാളത്വവുമാണ് ഇവിടെ തേർവാഴ്ച നടത്തുന്നത്. പൂണൂലിൽ കുരുങ്ങിയ നീതിയുടെ തേങ്ങൽ കേൾക്കാത്ത ധർമ്മശാസനകൾ നമുക്ക് ആവശ്യമില്ല. വംശീയ വിദ്വേഷത്തിന്റെ വേദാള രാഷ്ട്രീയം ആദരിക്കുന്ന കാലത്ത് സംഘപരിവാർ ഫാസിസ്റ്റുകളുടെ ചുട്ടാരങ്ങൾ കണിശ്രമമായി വിജയത്തീർപ്പ് കൽപ്പിക്കുന്നത് ന്യായാധിപന്മാരല്ല, വസ്തുതകളും യാഥാർത്ഥ്യങ്ങളുമാണ് നൈതികതയ്ക്ക് നിദാനമെങ്കിൽ ഡോക്ടർ ഹാദിയയുടെ നീതിയുടെ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ബോലോ തക്ബീർ, ബോലോ തക്ബീർ, ബോലോ തക്ബീർ, ബോലോ തക്ബീർ,
കൂടി ഒരു പുരുഷനും സ്ത്രീയും ഇസ്ലാമതം സ്വീകരിക്കുകയും ആ മതത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ആ പെൺകുട്ടിയുടെ പിതാവ് കൊടുത്ത ഒരു ഹാബിയസ് കോർപ്പസിന്റെ ഭാഗമായി ഇതേ ബെഞ്ചിൽ ഇതേ ഹൈക്കോടതിയിലെ 2 ജഡ്ജിമാർ അവരുടെ സ്വാതന്ത്ര്യം അത് തന്നെയാണ്, അത് അനുവദിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ് വിട്ടയച്ചതിന് ശേഷവും RSSകാരിൽ നിന്ന് അച്ചാരം പറ്റിക്കൊണ്ടിരിക്കുന്ന, നാഗ്പൂരിലെ നിർദ്ദേശങ്ങൾ അനുസരിച്ചു കൊണ്ടിരിക്കുന്ന, RSSന് വേണ്ടി മാത്രം വിടുപണി ചെയ്തുകൊണ്ടിരിക്കുന്ന ജസ്റ്റിസ് സുരേന്ദ്ര മോഹനൻ എന്ന് പറയുന്ന RSSകാരൻ, അയാൾ എല്ലാ പ്രവർത്തകരും മുദ്രാവാക്യത്തിൽ മാത്രം ആവേശം കാണിക്കേണ്ടതാണ്. എല്ലാവരും എവിടെ ഇരിക്കാം. RSSന്റെ അച്ചാരം വാങ്ങിച്ചുകൊണ്ട് RSSന് വേണ്ടി വിടുപണി ചെയ്യുകയും RSSന്റെ കശാപ്പുശാലയിലേക്ക് മുസ്ലിം സഹോദരങ്ങളെ അയച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഗുരുതരമായ, കേരളം ഇന്ത്യയും ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത അതിഗുരുതരമായ ഒരു വിധി പ്രസ്താവമാണ് കേരളത്തിന്റെ ഹൈക്കോടതിയിൽ നിന്ന് നമ്മൾ വളരെ സമാധാനപരമായിട്ടാണ് പരിപാടി നടത്തേണ്ടത്. അങ്ങനെ അച്ചാരം പറ്റിക്കൊണ്ട് ഇന്ന് വരെ കേരളം കണ്ടിട്ടില്ലാത്ത ഗുരുതരമായ ഒരു വിധി പ്രസ്താവത്തിനാണ് ജസ്റ്റിസ് സുരേന്ദ്രമോഹൻ എന്ന് പറയുന്ന ജഡ്ജി നേതൃത്വം കൊടുത്തിരിക്കുന്നത്. ഒരു ഭാഗത്ത് RSSകാർ ഇസ്ലാമിലേക്ക് വരുന്ന മുഴുവൻ ആളുകളെയും രാത്രിയുടെ മറവിൽ പതിയിരുന്നുകൊണ്ട് കൊന്നുകളയുന്ന ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ അവരുടെ കശാപ്പുശാലയിലേക്ക്, RSSന്റെ കശാപ്പുശാലയിലേക്ക് ഇസ്ലാമിലേക്ക് വരുന്നവരെ കശാപ്പുശാലയിലേക്ക് ആനയിച്ചു കൊടുക്കുന്ന പണിയാണ് കേരള ഹൈക്കോടതിയിലെ കെ സുരേന്ദ്രമോഹൻ എന്ന് പറയുന്ന ജഡ്ജി RSSകാർക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത്തരം നടപടികളെ അംഗീകരിക്കാൻ രാജ്യത്തെ വിശ്വാസികളായ മുസ്ലിങ്ങൾ സമ്മതിക്കുകയില്ല എന്ന് ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരിക്കലും ഈ പോലീസുകാർ ഞങ്ങൾക്കൊരു തടസ്സമല്ല, ആണോ? ഒരിക്കലും ഞങ്ങൾക്ക് ഈ ചട്ടിത്തൊപ്പി ഒരു തടസ്സമല്ല, ആണോ? ഞങ്ങൾക്ക് ഈ വാർ എന്ന് പറയുന്ന ജലപീരയ്ക്ക് തടസ്സമാണോ? അല്ല എന്നുള്ളത് കേവലം ആവേശത്തിന്റെ പുറത്ത് സംസാരിക്കുന്ന കാര്യമല്ല. ഞങ്ങളൊരു തീരുമാനം കൊടുത്താൽ ഹൈക്കോടതിയിൽ പോയി ജസ്റ്റിസ് സുരേന്ദ്രമോഹന്റെ കസേര വലിച്ചു കൊണ്ടുവന്ന് ഈ കെൽപ്പുള്ളവരും കരുത്തുള്ളവരുമാണ് രാജ്യത്തെ മുസ്ലിങ്ങളെന്ന് ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരു കാര്യം ഞങ്ങൾ ഈ സുരേന്ദ്രമോഹൻ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ട ഹാദിയ, അവൾ ഇപ്പോൾ വീട്ടുതടങ്കലിലാണ്. അവൾ വിശ്വാസിയാണ്. അവളുടെ വിശ്വാസത്തെ തകർക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല. കാരണം ചുട്ടുപൊഴുക്കുന്ന മണലാരുണ്യത്തിൽ ബിലാൽ എന്ന് പറയുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരനെ ശത്രുക്കൾ നെഞ്ചിൽ വെച്ചുകൊണ്ട് ഇസ്ലാമിനെ വിടണമെന്ന് പറഞ്ഞപ്പോൾ അഹദ് 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 എന്ന് പറഞ്ഞ്
വിശ്വാസം ഊട്ടിയുറപ്പിച്ചവരാണ് ഇസ്ലാമിലെ ഞങ്ങളുടെ ചരിത്ര പൂർവികന്മാർ. അതുകൊണ്ട് അവരുടെ വിശ്വാസത്തിൽ കോട്ടം തട്ടുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. അവർ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക തന്നെ ചെയ്യും. പക്ഷേ ഒരു കാര്യം ഞങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു, ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരിക്ക് ഏതെങ്കിലും അർത്ഥത്തിൽ അവരുടെ ജീവനോ ശരീരത്തിനോ അപകടം സംഭവിച്ചാൽ പിന്നീട് മാർച്ച് ഹൈക്കോടതിയിലേക്കായിരിക്കില്ല, പിന്നീട് മാർച്ച് കളക്ടറേറ്റിലേക്കായിരിക്കില്ല. ഈ മാർച്ച് സുരേന്ദ്രന്റെ അദ്ദേഹത്തിന്റെ അടുക്കളയിലേക്ക് ഇവിടെ വിശ്വാസം സ്വീകരിക്കാൻ അവകാശമുണ്ട്. ഏത് മതത്തിൽ ഏതൊരാൾക്കും തന്റെ ഇഷ്ടപ്രകാരം മതം സ്വീകരിക്കുവാനുള്ള അവകാശമുണ്ടായിരിക്കെ ഇസ്ലാമിക നിയമപ്രകാരം, ഞങ്ങളുടെ നിയമപ്രകാരം ഒരു സ്ത്രീക്ക് അവളുടെ രക്ഷാകർത്താവായി ആരാണോ വരുന്നത് അയാളും പിന്നെ അവർ വിവാഹം കഴിക്കാൻ വേണ്ടി വരുന്ന ചെറുപ്പക്കാരനും 2 സാക്ഷികളും ഉണ്ടെങ്കിൽ ഞങ്ങളുടെ വിവാഹം സാധുവാണ്, ഞങ്ങളുടെ വിവാഹം ഇസ്ലാമികമാണ്, ഞങ്ങളുടെ വിവാഹം നീതീകരിക്കുന്നതാണ്. അത്തരമൊരു വിവാഹത്തെ അസാധുവാക്കാൻ ആരാണ് ജസ്റ്റിസ് സുരേന്ദ്ര മോഹന് അനുവാദം കൊടുത്തതിന്റെ ചോദ്യത്തിന് ആരാ ഞങ്ങൾ സംശയിക്കുന്നു, ഞങ്ങൾ തീർച്ചയായും സംശയിക്കുന്നു. RSSന് വേണ്ടി പണിയെടുക്കുകയാണ് കോടതികളിലെ ജഡ്ജിമാർ. ഞങ്ങളെല്ലാ കോടതിയിലെ മാന്യന്മാരായ നീതിപീഠങ്ങൾ, നമ്മുടെ രാജ്യത്തെ നീതിപീഠങ്ങളിൽ സാധാരണക്കാരന്റെ അവസാനത്തെ അത്താണിയാണ്. നമ്മുടെ രാജ്യത്തെ നീതിപീഠം എന്ന് പറയുന്നത് ഭരണകൂടം അവരാക്രമിക്കുമ്പോൾ, ജനത അവരാക്രമിക്കുമ്പോൾ അവരവസാനമായി ദൈവതുല്യമായി കാണുന്ന കോടതികൾ, ആ കോടതികൾ ജനങ്ങൾക്ക് സുരക്ഷ ഉറപ്പുവരുത്തേണ്ടവരാണ്. അവർക്ക് മാലാഖമാരെ പോലെ കാവൽ നിൽക്കേണ്ടവരാണ് നമ്മുടെ രാജ്യത്തെ ജഡ്ജിമാർ. പക്ഷേ ആ ബെഞ്ചിൽ ചെകുത്താൻമാർ കയറിയിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത്തരമൊരു ചെകുത്താനാണ് ഈ കോടതി വിധിയിലൂടെ നമ്മുടെ രാജ്യത്തെ നിയമത്തെ വ്യഭിചരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ജസ്റ്റിസ് സുരേന്ദ്ര മോഹന് അദ്ദേഹത്തെ ഇംപീച്ച് ചെയ്യണമെന്നാണ്. ആ സ്ഥാനത്ത് നിന്ന് മാറ്റി ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഉൾപ്പെടെയുള്ള മുഴുവൻ സംവിധാനങ്ങളും അദ്ദേഹത്തെ അന്വേഷണ വിധേയമായി മാറ്റി നിർത്തുകയും ഇതിലെ മുസ്ലിങ്ങളോട് കാണിച്ച വിരോധത്തെയും, മുസ്ലിങ്ങളോട് കാണിച്ച വിവേകത്തെയും വിവേചനത്തെയും, മുസ്ലിങ്ങളോട് കാണിച്ച വെല്ലുവിളിയെയും രാജ്യത്തിന്റെ മുൻ നീതിപീഠത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് വിനയത്തോടുകൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അതുകൊണ്ട് ഈ സമരം ഇവിടെ അവസാനിക്കുന്നില്ല. ഞങ്ങളുടെ പ്രിയപ്പെട്ട ഹാദിയ സ്വാതന്ത്ര്യമാവണം. ഒരു പിതാവിന്റെ മാനസികാവസ്ഥ ഞങ്ങൾക്ക് മനസ്സിലാകും. തന്റെ കൂടെ നിൽക്കേണ്ട, തങ്ങളോടൊപ്പം നിൽക്കേണ്ട ഒരു മകൾ അവൾക്ക് ഇഷ്ടപ്പെട്ട മതം സ്വീകരിച്ചു പോകുമ്പോൾ സ്വാഭാവികമായും ഒരു പിതാവെന്ന നിലയിലുള്ള വിഷമം ഞങ്ങൾക്ക് മനസ്സിലാകും. ആ പിതാവിന്റെ വികാരത്തോടുകൂടി ഞങ്ങൾ അത് ഉൾക്കൊള്ളും. പക്ഷേ അത് RSS മനോഭാവത്തോടുകൂടിയാണ് ആ പിതാവ് പ്രവർത്തിക്കുന്നതെങ്കിൽ അടുത്ത മാർച്ച് ആ വീട്ടിലേക്കായിരിക്കും. ഞങ്ങളോടൊപ്പം ഇസ്ലാമിന്റെ വേഷം ധരിച്ചുകൊണ്ട് ഇറങ്ങി വരുന്ന ദിവസങ്ങൾ അതിവിദൂരമല്ല എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഗവൺമെന്റ് നിശബ്ദരാകരുത്. അതുകൊണ്ട് ഗവൺമെന്റ് നീതി പാലിക്കണം. ഗവൺമെന്റ് ആ കുട്ടിക്ക് ആവശ്യമായ സുരക്ഷ ഉറപ്പുവരുത്തി കൊടുക്കുക എന്ന് മാത്രമല്ല, ആ സഹോദരിക്ക് അവളുടെ വിശ്വാസമനുസരിച്ച് ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യവും കൂടെ വകവെച്ചു കൊടുക്കണമെന്ന് ഞങ്ങൾ വിനയത്തോടുകൂടി അഭ്യർത്ഥിക്കുകയാണ്. കപടന്മാരായ മതേതരവാദികൾ നമുക്ക് ചുറ്റുമുണ്ട്, കപടന്മാരായ ഫെമിനിസ്റ്റുകൾ നമ്മുടെ ചുറ്റുമുണ്ട്, കപടന്മാരായ രാഷ്ട്രീയ പാർട്ടികൾ നമ്മുടെ ചുറ്റുമുണ്ട്. ഇവിടെ എല്ലാ കാര്യത്തിനും തെരുവിലിറങ്ങുന്ന രാഷ്ട്രീയ തമ്പുരാക്കന്മാർ, ഇവിടെ എല്ലാ പെൺകുട്ടികളുടെ സ്വാതന്ത്ര്യത്തിനും ഇറങ്ങി വരുന്ന ഫെമിനിസ്റ്റുകൾ, എവിടെ ഹാദിയയുടെ നിലവിളി കേൾക്കാൻ നിങ്ങൾ എവിടെയാണുള്ളത്? എന്തുകൊണ്ട് ഹാദിയയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിങ്ങൾ നിലവിളിക്കുന്നില്ല? കാപട്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു ജനതയാണ് നമുക്ക് മുൻപിലുള്ളത്. കാപട്യത്തിന്റെ മതേതര മുഖമണിഞ്ഞവരാണ് നമ്മുടെ മുൻപിലുള്ളത്. കാരണം അവർക്ക് ഇസ്ലാം എന്ന് കേൾക്കുമ്പോൾ അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ഇസ്ലാം എന്ന് പറയുമ്പോൾ അവർക്ക് ചതുർത്ഥിയായി മാറുകയാണ്. അത്തരം ആളുകൾക്ക് കൂടിയുള്ള ഒരു താക്കീത് കൂടിയാണ് ഈ പ്രതിഷേധ സമരമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ഒരു കാര്യം കൂടെ, ഞങ്ങൾ വിശുദ്ധമായ റമളാനിലാണ്, വിശുദ്ധമായ പുണ്യങ്ങളുടെ പൂക്കാലം നിറയുന്ന
പള്ളികൾക്കകത്തളങ്ങളിൽ ഇരുന്നു കൊണ്ട് ഭജനയിരിക്കേണ്ടുന്ന, നാഥനോട് പ്രാർത്ഥിക്കേണ്ടുന്ന ഒരു ജനത ഈ തെരുവിലേക്ക് ഇറങ്ങി വരാൻ സന്നദ്ധമായിട്ടുണ്ട് എങ്കിൽ ഈ ജനത രാപ്പകലില്ലാതെ അവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി കണ്ണുകെട്ടാതെ കാത്തിരിക്കാൻ സന്നദ്ധമാണെന്ന് കൂടി ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇവിടെ പങ്കെടുത്ത മുഴുവൻ സമര പോരാളികൾക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ വിപ്ലവാഭ്യർത്ഥനകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അടുത്തതായി മാർച്ചിനെ അഭിസംബോധന ചെയ്യുന്നതിന് വേണ്ടി സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സഹോദരൻ അജ്മൽ ഇസ്മായിലിനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയമുള്ള ജനാധിപത്യ മതേതര വിശ്വാസികളെ, കർമ്മധീരരായ മുസ്ലിം ഏകോപന സമിതിയുടെയും മുസ്ലിം സംഘടനകളുടെയും കേരളത്തിന്റെ പൊതുപ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന പൊതുപ്രവർത്തകരിലെയും പ്രവർത്തകരെ, നിങ്ങൾക്കേവർക്കും വിപ്ലവ അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. ഇന്ന് കേരളത്തിന്റെ ചരിത്രത്തില് ഹൈക്കോടതിയിലേക്ക് മാർച്ച് നടത്തേണ്ട അവസ്ഥയിലേക്ക് ഇവിടുത്തെ മുസ്ലിം സമുദായത്തെ കൊണ്ടു ചെന്നെത്തിച്ചിരിക്കുന്നത് ഹൈക്കോടതിയില് മൃഗങ്ങളെ പോലും നാണിപ്പിക്കുന്ന വിധി നടത്തിക്കൊണ്ടിരിക്കുന്ന ജഡ്ജിമാരാണ് എന്നുള്ള കാര്യം നാം വിസ്മരിച്ചുകൂടാ. ഇവിടെ നമുക്കറിയാം ഒരു കാര്യം, ഈ ജനതയെ സാക്ഷി നിർത്തി പറയട്ടെ, ഹൈക്കോടതിയിൽ ഇരിക്കുന്ന ന്യായാധിപന്മാര് വിധി പറയേണ്ടത് ഇന്ത്യ രാജ്യത്തിന്റെ മഹത്തായ ഭരണഘടനയും ആ ഭരണഘടന അനുശാസിക്കുന്ന നിയമങ്ങളും അനുസരിച്ചിട്ടാവണം. കറുത്ത ഗൗണിട്ട, കറുത്ത കോട്ടിട്ട, വെള്ളവസ്ത്രം ധരിച്ച ജഡ്ജിമാര് ആ തരത്തിലായിരിക്കണം വിധി പറയേണ്ടത്. അതല്ല കറുത്ത ഗൗണിന് പകരം ഉള്ളില് കാക്കി നിക്കറോ കാക്കി ട്രൗസറിട്ടോ വിധിയാണ് പറയുന്നതെങ്കിൽ കേരള ജനത ഈ വിധി അംഗീകരിക്കാൻ തയ്യാറല്ല എന്നാണ് പറയുവാനുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ യുദ്ധസമാനമായ അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് പോലീസ് ഇവിടെ നിലയുറപ്പിച്ചിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം, ഈ നിൽക്കുന്ന പോലീസുകാര് ഞങ്ങളുടെ എതിരാളികളല്ല. കാരണം അവിടെ നിൽക്കുന്ന ആളുകളുടെയും ഇപ്പുറത്ത് നിൽക്കുന്ന ആളുകളുടെയും എണ്ണമെടുത്താൽ ഒരു ചെറിയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനം മാത്രം മതി ഇത്. പക്ഷേ അങ്ങനെ ഒരു നിർദ്ദേശം ഇപ്പോൾ ഞങ്ങൾ കൊടുത്തിട്ടില്ല. കാരണം ഞങ്ങൾക്ക് ഹാദിയെ വേണം. നേരെ മറിച്ച് റിയാസ് മൗലവിയെ കഴുത്തറുത്തതുപോലെ, കൊടിഞ്ഞിയിലെ ഫൈസലിനെ അറുകൊല ചെയ്തതുപോലെ സംഘ് പരിവാറിന്റെ തിട്ടൂരത്തിനൊത്തുകൊണ്ട് ഈ രാജ്യത്ത് വിധിയാണ് വരുന്നതെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, ഇന്ത്യ രാജ്യത്ത് സ്വാതന്ത്ര്യ സമര പോരാട്ടത്തില് ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെ കിങ്കരന്മാരുടെ കഴുത്തറുത്തുകൊണ്ട് ഈ രാജ്യത്ത് സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാട്ടം നൽകിയ ആളുകളുടെ പിന്മുറക്കാരാണ് ഇവിടെയുള്ള ആളുകള്. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നീതിയാണ് പ്രശ്നം, നിയമമാണ് പ്രശ്നം. ആ നീതിയും നിയമവും നടപ്പിലാക്കിക്കൊണ്ട് ഇന്ത്യ രാജ്യത്ത് ഞങ്ങളുടെ ഹാദിയയെ വിട്ടുതരേണ്ടതുണ്ട്. ഞങ്ങളുടെ ഹാദിയയെ വിട്ടു തന്നില്ലെങ്കിൽ ഈ റമദാനിലെ 17 കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ചരിത്ര പ്രസിദ്ധമായ കുഫറിനുമേൽ, അസത്യത്തിനുമേൽ വിജയം നേടിയ ബദറിനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യ രാജ്യത്ത് നീതിയും നിയമവും അനുസരിച്ചുള്ള വിധിയാണ് നടപ്പാകുന്നതെങ്കിൽ ഞങ്ങളത് അംഗീകരിക്കും. അതല്ല നേരെ മറിച്ചുകൊണ്ട് ഇന്ത്യ രാജ്യത്ത് വീണ്ടും വംശവെറിയുടെയും വർണ്ണവെറിയുടെയും കൊലപാതകത്തിന്റെയും രാഷ്ട്രീയമായ RSSന്റെ, ഗോൾവാൾക്കറിന്റെ വൈദിക ബ്രാഹ്മണിസമാണ് ഈ രാജ്യത്ത്, മനുസ്മൃതി കോഡാണ് ഈ രാജ്യത്ത് നടപ്പാക്കുന്നതെങ്കിൽ വീണ്ടും ക്വിറ്റ് ഇന്ത്യ സമരവും മലബാർ സ്വാതന്ത്ര്യ സമരവും ഇവിടെ ആവർത്തിക്കും. ഇന്ത്യ രാജ്യത്ത്
ഭരിക്കാൻ പ്രതിജ്ഞയെടുത്ത ധീര യുവാക്കളാണ് ഇവിടെ നിലയുറപ്പിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം വിസ്മരിച്ചുകൂടാ. അതുകൊണ്ട് ഭരണകൂടത്തോട്, ജഡ്ജിമാരോട്, പോലീസിനോട് ഞങ്ങൾക്ക് പറയുവാനുള്ളത് അവസാനമായി ഞാൻ നിർത്തുകയാണ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ പൊന്നോമന സഹോദരി ഹാദിയെ പൂർണ്ണബോധത്തോടെ, പൂർണ്ണ ജീവനോടെ കിട്ടണം. അല്ലെങ്കിൽ കിട്ടിയില്ല എങ്കിൽ ഈ രാജ്യത്തെ തെരുവോരങ്ങളിൽ അത്തിച്ചാലകൾ തീർത്തുകൊണ്ട് അവസാനത്തെ തുള്ളി രക്തം ഈ ഭൂമിയിൽ വീണ് ഷഹീദാകുന്നത് വരെ ധീര രക്തസാക്ഷിത്വം ഭരിക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, രക്തസാക്ഷിത്വം രണ്ടാണെങ്കിലും ഞങ്ങൾക്ക് വിജയമാണ്. ശത്രുക്കളോട് ഏറ്റുമുട്ടി ഇവിടെ രക്തസാക്ഷിത്വം ഭരിച്ചാലും വിജയമാണ്, ശത്രുവിനെ പരാജയപ്പെടുത്തിയാലും വിജയമാണ്. അതുകൊണ്ട് രണ്ടാളൊരു വിജയത്തിനു വേണ്ടി ജീവന്റെ ജീവൻ തുടിക്കുന്നത് വരെ ഹാദിയക്കെതിരായ ഈ വിധിയും ഈ പോരാട്ടവും ഈ സംഘപരിവാർ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഹാദിയക്ക് വേണ്ടി അവസാന ശ്വാസം വരെ, രക്തസാക്ഷിത്വം വരെ പോരാടുമെന്ന് മാത്രം പ്രഖ്യാപിച്ചുകൊണ്ട് ഇവിടെ കൂടിയ മുഴുവൻ സഹോദരങ്ങൾക്കും വിപ്ലവ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയ സഹോദരന്മാരെ, നമ്മുടെ പരിപാടി ഇവിടെ അവസാന ഘട്ടത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. തുടർന്നുള്ള വിധികളിൽ നമുക്ക് അനുകൂലമല്ല എങ്കിൽ ഒരിക്കൽ കൂടി പത്രത്തിലൂടെയും ചാനലിലൂടെയും നിങ്ങൾ അറിയും. അപ്പോൾ നിങ്ങളുടെ നാട്ടിലുള്ള ആപാലവർദ്ധൻ ജനങ്ങളുമായി ഒരിക്കൽ കൂടി നമുക്കിവിടെ വരേണ്ടി വരും. അതിന് സർവശക്തൻ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സമരാവേശം താൽക്കാലികമായി നമ്മുടെ തീരുമാനപ്രകാരം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും 3 സ്വലാത്ത് ചൊല്ല് അവസാനിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട്, അതിനുശേഷം എല്ലാവരും സമാധാനപരമായിട്ട് നിങ്ങൾ ഏത് രീതിയിലാണ് ഇവിടെ വന്നത് ആ നിലയ്ക്ക് ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടും യാത്രക്കാർക്കും പോലീസിനും ആർക്കും ഉണ്ടാകാതെ പിരിഞ്ഞു പോകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ടും സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. എല്ലാവരും കൂടി വോളണ്ടിയേഴ്സിനെ ഏൽപ്പിക്കണം. എന്നിട്ട് ലൈനായിട്ടോ ആ ഫുട്പാത്തിലൂടെ സമാധാനപരമായിട്ട് മറ്റുള്ളവർക്ക് മുൻപ് അവസരം കൊടുത്തുകൊണ്ട് പിരിഞ്ഞു പോകണം.